മാധവൻ, നയൻതാര, മീര ജാസ്മിൻ, സിദ്ധാർത്ഥൊക്കെ അഭിനയിച്ച ഒരു പടം OTT റിലീസ് ചെയ്യുന്നത്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയ കാര്യമാണ്. കാരണം കിടിലം പെർഫോമേഴ്സ് സിനിമയിലുള്ള കാസ്റ്റിംഗ് വേറെ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ വൺസ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ഒന്നും ആയില്ല, സത്യം പറയാലോ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ കളിച്ചില്ലേ ടെസ്റ്റ്, അതേ സാധനം തന്നെയായിരുന്നു. ശരിക്കും പേഷ്യൻസ് ടെസ്റ്റർ എന്നായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിനെ വിളിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് നയൻതാരയുടെയും അതേപോലെ തന്നെ മാധവന്റെയും അവരുടെ മൊമെന്റ്സും അവരുടെ കെമിസ്ട്രിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയാം. നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫ് പക്ഷെ കൊണ്ടേ തൊലച്ചു. കിടിലം പ്ലോട്ട് ആയിരുന്നു, പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ അമ്പേ പാളി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതില് നല്ല പെർഫോമൻസ് എനിക്ക് തോന്നിയത് മാധവന്റെയും അതേപോലെ നയൻതാരയുടെയാണ്. സോ നയൻതാര വന്നിട്ട് ഒരു ക്രിക്കറ്റ് പൈത്യമാണ് ഈ സിനിമയിൽ. ആളൊരു ടീച്ചറാണ്, IVF കാര്യങ്ങളായിട്ട് നടക്കുന്നു. പക്ഷെ നമ്മുടെ മാധവൻ ആൾ ഈ സയന്റിസ്റ്റ് ആണ്, സ്റ്റീവ് ജോബ്സ് ആവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ആൾ ഒരു സൈക്കിക് ക്യാരക്ടറാണ്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ മനസ്സിലാവും. സിദ്ധാർത്ഥാണ് ഇതിൽ നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ. ആളുടെ പേര് അർജുൻ എന്നാണ്. അതായത് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആൾ ഔട്ട് ഓഫ് ഫോം ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഈ സിനിമയിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. വൺസ് ഒരു ക്രിക്കറ്റ് പ്ലെയർ ഫോം ഔട്ട് ആണെങ്കിൽ അയാൾ എന്താ ചെയ്യുക, കൂടുതൽ നേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യും, അതേപോലെ തന്നെ ഫോം വീണ്ടെടുക്കാൻ നോക്കും. ഇതിൽ സിദ്ധാർത്ഥ എന്തോ വലിയ അപ്പാട്ടക്കർ പ്ലെയർ ആണ് കാണിക്കുന്നത്. പക്ഷെ ആൾ എന്ത് ചെയ്യും വെച്ചാൽ കളി ഔട്ടാവും, നേരെ വീട്ടിൽ പോകും, ചപ്പാത്തി തിന്നും, കാപ്പി കുടിക്കും, വീണ്ടും പിറ്റേ ദിവസം കിറ്റ് എടുത്ത് വന്ന് ക്രിക്കറ്റ് കളിക്കും. പ്രാക്ടീസും തേങ്ങയും മാങ്ങിയൊന്നുമില്ല. ഞാൻ ഇത് എന്തോന്ന് ക്രിക്കറ്റ് പ്ലെയർ. CSKയുടെ കളി കാണുന്ന പോലെയാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. വെറുപ്പിച്ച് അങ്ങോട്ട് കൈ തരും. ഇവൻ അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അഭിനയിക്കുന്നവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പോകുന്നത്. മീര ജാസ്മിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാടത്ത് വെക്കാൻ പറ്റിയ ഒരു കോലം അല്ലെങ്കിൽ ഒരു മെഴുക് പ്രതിമ എന്നൊക്കെ പറയാം. ഇപ്പൊ കുറെ പേര് വന്ന് പറയണം നിനക്ക് ഇതെങ്കിലും പറ്റുമോ. ഞാനാണോ ഐ ദ വൺ ഹു ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഇൻ ക്രോസ് ഓർ ലാക്സ് ആണോ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്? എനിക്കല്ല കോടികളും ലക്ഷങ്ങളും ഒന്നും കിട്ടുന്നത്, അവർക്കാണ്. അപ്പൊ അവരുടെ പണി അവർ വൃത്തിയായി ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. സോ മീര ജാസ്മിനൊക്കെ ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ആൾക്ക് വലിയ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല. സോ എനിക്ക് ഓവറോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്നൊരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. മലയാളത്തിൽ വരെ സബ് ടൈറ്റിൽ ഉണ്ട് തോന്നുന്നു. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.